എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ ആയിട്ടാണ്. ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചോലെ ഭട്ടൂരയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടല തലേദിവസം തന്നെ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീ ബാഗും അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അതായത് സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. 1 കപ്പ് കടലയ്ക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ നമ്മൾ അടിച്ച് എടുക്കണം. പടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ 4 വിസിലിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് കടല വേവിക്കുമ്പോൾ കടല നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ ടീ ബാഗ് അങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ് ഇത്രയും കൂടി ചേർത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. മസാലപ്പൊടി നമ്മൾ ഇപ്പോഴല്ല ചേർക്കുന്നത്, ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞാണ് നന്നായിട്ട് പഴുത്തത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് നമ്മളിപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ ഗ്രേവിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കടലക്കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കടലക്കറിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ചാട്ട് മസാലയാണ്, ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ചിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കടലക്കറി ആയിട്ട് ഇത് മാറും. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. നമ്മുടെ കടലക്കറി അവിടെ അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഭട്ടൂര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിന്ന് പകുതി ഗോതമ്പൊടി പകുതി മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പൊടി 1 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഗോതമ്പൊടിയിലോ മൈദയിലോ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ചെറിയതായിട്ടുള്ള ചൂടുവെള്ളമാണ് നമ്മൾ കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത്. 3/4 കപ്പിനെക്കാട്ടിലും താഴെ മതി വെള്ളം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. കടലക്കറി ഉണ്ടാക്കുന്ന സമയം നമുക്കിത് കുഴച്ച് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കടലക്കറി റെഡി ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതൊരുപാട് നേരമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണ്ട, മാക്സിമം 1 മണിക്കൂർ വെച്ചാൽ മതി. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഉരുളകളാക്കിയിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പൊടി വെച്ചിട്ടല്ല പൂരി ആയാലും ഭട്ടൂര ആയാലും പരത്തേണ്ടത്, എണ്ണ തൂത്തിട്ടാണ്. ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഉരുള എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടങ്ങ് തിന്നാക്കിയിട്ടല്ല നമ്മളിത് പരത്തുന്നത്, കുറച്ചൊരു കട്ടിയിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ ആ ചപ്പാത്തി പലക തിരിച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. നല്ലതായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിലാണല്ലോ നമ്മളിത് പരത്തുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും, ബലൂൺ പോലെ വന്നിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളത് കോരിയിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. തീ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്.
അപ്പോൾ ചൂടോടുകൂടി തന്നെ നല്ല കടലക്കറിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്